മലയാളം കണ്ട പ്രേത സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നെഞ്ചിലേറ്റിയ സിനിമയാണ് മണിച്ചിത്രത്താഴ്. എത്ര തവണ ടി വിയിൽ വന്നാലും ഇപ്പോഴും കുത്തിയിരുന്ന് കാണുന്നവരാണ് ഭൂരിഭാഗം പേരും. മലയാള സിനിമയുടെ ചരിത്രത്തിൽ സവിശേഷമായൊരു സ്ഥാനമുണ്ട് മണിച്ചിത്രത്താഴിന്. 1993 ഡിസംബറിൽ പുറത്തിറങ്ങി 30 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും നിരന്തരം ചർച്ച ചെയ്യപ്പെടുകയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുകയും ചെയ്യുക എന്നതൊരു അപൂർവതയാണ്. ശോഭനയ്ക്കും മികച്ച അഭിനേത്രിക്കുള്ള ദേശീയ പുരസ്കാരവും ഈ ചിത്രത്തിലൂടെ നേടാനായി. உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். 3 പതിറ്റാണ്ടുകൾക്കിപ്പുറവും ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ട സിനിമകളിലൊന്നായി മാറാൻ സാധിച്ചു. മണിച്ചിത്രത്താഴ് സിനിമ വീണ്ടും തിയേറ്ററുകളിൽ റിലീസിംഗിനെത്തുന്നുവെന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ സിനിമാ പ്രേമികൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. വൈദ്യുതി ഉപയോഗിച്ച് 4K മികവിൽ ഓഗസ്റ്റ് 1 ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിവരങ്ങൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല. ഔദ്യോഗിക വിവരത്തിനായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ വലിയൊരു മാസ് റീ റിലീസിംഗ് ആകും മണിച്ചിത്രത്താഴിന് ഓഗസ്റ്റിൽ ലഭിക്കാൻ പോകുന്നത്. നേരത്തെ 2024 ജൂലൈ 12 റീ റിലീസ് ചെയ്യുമെന്ന് വാർത്തകൾ വന്നിരുന്നു. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നായ ചിത്രത്തിൽ മോഹൻലാൽ, സുരേഷ് ഗോപി, തിലകൻ, നെടുമുടി വേണു, ഇന്നസെന്റ്, സുധീഷ്, KPS ലളിത തുടങ്ങിയവർ അരങ്ങു തകർത്തപ്പോൾ ഗംഗ, നാഗവല്ലി എന്നീ കഥാപാത്രങ്ങളായി എത്തി ശോഭന പ്രകടനത്തിൽ അമ്പരിപ്പിച്ചിരുന്നു. നാഗവല്ലിയും സണ്ണിയും നകുലനും കാട്ടുപറമ്പനുമൊക്കെ മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. അതേസമയം സിബി മലയിൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ 2000 റിലീസായ ദേവദൂതനും റീ റിലീസിംഗിന് ഒരുങ്ങുന്നുണ്ട്. നേരത്തെ വൻ ഹിറ്റായി മാറിയ സ്ഫടികവും റീ റിലീസ് ചെയ്തിരുന്നു.